ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പോകാൻ, അതായത് കെയർ ഗീവറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പലരും അതിനകത്ത് ഞങ്ങൾ പോയപ്പോൾ ഇംഗ്ലീഷ് അത്ര വേണ്ടായിരുന്നു, ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളാണോ അല്ല അവിടെ ഉള്ളത് എന്നുള്ള പല ചോദ്യങ്ങളും ഒക്കെ അതിൻ്റെ കമൻറ്റിലൊക്കെ ആയിട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു എംബസി ഇൻ്റർവ്യൂ ആണ് നടക്കണേ എന്ന് പറയുന്നതാണ് സത്യം. ഞാനൊക്കെ പോയ കാലഘട്ടത്തൊക്കെ അത്ര പ്രാധാന്യമില്ലായിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ചോദിക്കേണ്ട, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യക്തമായിട്ട് നോക്കണ്ട. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകുന്നവരെയുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ സാഹചര്യം ഞങ്ങൾ പോയപ്പോൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, കാരണം അവരൊക്കെ പോയപ്പോൾ അങ്ങനെയായിരുന്നു. വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നുമില്ലാതെ പലരും ഇസ്രായേലിൽ എത്തി. അപ്പോൾ ആ ഒരു ധാരണയിലാണ് പലരും സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സാഹചര്യമല്ല ഇന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. ഇത് പറയാനല്ല ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ തുടക്കം മുതൽ എംബസി ഇൻ്റർവ്യൂ കഴിയുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏജൻസി സെലക്ട് ചെയ്തു, ഏതു ഏജൻസി ആയിക്കോട്ടെ, നമ്മളൊരു ഏജൻസി സെലക്ട് ചെയ്തു, അവരുടെ ക്ലാസ്സിന് നമ്മൾ പോയി. പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് ഒരു ഏജൻസി സെലക്ട് ചെയ്യുന്നു, ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ആരെങ്കിലോ ഏതെങ്കിലും സബ് ഏജന്റുമാരൊക്കെ ആയിട്ട് നമ്മളൊരു ഏജൻസി സെലക്ട് ചെയ്യും, അവരുടെ ക്ലാസ്സിന് പോവും. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 50% ആളുകളെങ്കിലും ക്ലാസ് കഴിഞ്ഞ് പേഷ്യൻ്റ് ആവാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പേഷ്യൻ്റ് ആവാത്തതല്ല, അവർക്ക് ഫാമിലിക്ക് അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോരാ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ അവിടെ നിന്നാൽ പോലും ഒരു ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് നമ്മുടെ പേപ്പർ വർക്ക് എത്രയും പെട്ടെന്ന്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് പേപ്പർ വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ 11ാമത്തെ ദിവസം ഏത് ഏജന്റ് ആയിക്കോട്ടെ അവർക്കത് ഫാമിലിക്ക് കൊടുക്കാനോ ഇസ്രായേൽ ഏജൻസിക്ക് അത് കൈമാറാനോ സാധിക്കും. അപ്പോൾ ചില പേപ്പർ വർക്കുകൾ പെൻഡിങ് ആക്കുന്ന ചില കാൻഡിഡേറ്റ് ഉണ്ട്. പേപ്പർ വർക്കുകൾ പെൻഡിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വൈകും. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പറയുകയാണെങ്കിൽ 1ാമത്തെ ഏജൻസിയുടെ ക്ലാസ്, 2ാമത് നമ്മുടെ പേപ്പർ വർക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് പോലെ തന്നെ ഭംഗിയായിട്ട് കൃത്യസമയത്ത് പേപ്പർ വർക്ക് ചെയ്തു കൊടുക്കുക. 3ാമത് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അവർ വേറൊരു ഏജൻസിയിലാണ് പോയ, ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനാണ്. അപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോൾ ചോദിച്ചു, 20 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? ഹീബ്രു പഠിച്ചോ, ലോ പഠിച്ചോ, മെഡിക്കൽ പഠിച്ചോ? അല്ല, അതൊക്കെ അവിടെ പറഞ്ഞു തന്നു, ഞങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ലാസ് വേണം. അതാണ് ഇപ്പം ഒരു കുറേ ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നതിൽ ഒത്തിരി ആളുകൾ ചോദിച്ചു വരുന്നത്. പല ഏജൻസികളും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അതിന് ചെറിയൊരു ഫീസൊക്കെ വെച്ചിട്ട് അവർക്ക് മാക്സിമം 2 മാസമൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഒരു ടീച്ചറെ വെച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ചെറിയൊരു ഫീസും മേടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കെയർ ഓഫിൽ പോകാത്ത ആളുകൾക്ക് നമ്മൾ ചെറിയ ഫീസ് മേടിക്കുന്നുണ്ട്. നമ്മുടെ കെയർ ഓഫിൽ പോകുന്ന ആളുകൾക്ക് നമ്മൾ ബോംബെ ക്ലാസ്സിന് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ട്രെയിനിങ്. ബോംബെ ക്ലാസ് കഴിഞ്ഞ് വന്നാലും ആ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യും. 2ാമത് ബോംബെയിൽ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും, അതും ക്ലാസ് കഴിഞ്ഞ് വന്നാലും കണ്ടിന്യൂ ചെയ്യും. എംബസി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുന്നത് വരെ 2 ടീച്ചർമാർ ലൈവായിട്ട് നമ്മുടെ കെയർ ഓഫിലുള്ള ആളുകൾക്കുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടത് ഹീബ്രു, ലോ, അതാണ് മെയിനായിട്ട് പഠിപ്പിക്കണേ. ലോയും മെഡിക്കലുമാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഹീബ്രു അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ദിവസം ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അവർക്ക് ഇൻ്റർവ്യൂവിന് ആവശ്യമായ കാര്യങ്ങൾ, അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ഇസ്രായേൽ കെയർ ഗീവറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കടമ്പകൾ ഒത്തിരി ഉണ്ട്. പല ആളുകളും വിചാരിച്ചിരിക്കുന്ന, ഇപ്പോൾ ഇസ്രായേലിലെ ക്ലാസ് കിട്ടി, അത് കഴിഞ്ഞ നമ്മൾ ഇസ്രായേലിൽ എത്തിയെന്നാണ്. അങ്ങനെയല്ല. ക്ലാസ് കഴിഞ്ഞ 2ാമത്തെ കാര്യം നമ്മുടെ പേപ്പർ വർക്ക് ഭംഗിയായിട്ട് ചെയ്യണം. 3ാമത്തെ കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
അത് അവര് വലിയ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, അവർക്ക് വലിയ ഇംഗ്ലീഷ് അറിയില്ലോ, അവർ ഇസ്രായേലിൽ പോയില്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം എംബസി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് നമ്മളോട് വരുന്ന ചോദ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും, ഏത് ചോദ്യങ്ങൾ വരുമെന്ന് മുൻകൂട്ടി പറയാനൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തരുന്ന നോട്ട്സ് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മള് ക്ലാസ് കഴിഞ്ഞ ഒരാള്, പേപ്പർ വർക്ക് ചെയ്തു കൊടുത്ത ഒരാള് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. 3 ഘട്ടം കഴിഞ്ഞു. 3 ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേപ്പർ വർക്ക് അനുസരിച്ച് ഇസ്രായേലി ഏജൻസി നമുക്കൊരു പേഷ്യന്റിനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് ഒട്ടനവധി ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഫാമിലി നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ സെലക്ട് ചെയ്തു എന്ന് ചിന്തിക്കണ്ട. ഒരു പേഷ്യന്റിന് 2 or 3 ബയോഡാറ്റ കൊടുക്കും ഒരു ഏജൻസി. അവർ ആ 3 പേരെയും വിളിക്കും. അതിലെ ഏറ്റവും അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അതിനകത്ത് 1-2 ഘടകങ്ങളുണ്ട്. ഞാൻ ഇസ്രായേലിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ കുറെ ബയോഡാറ്റ ആയിട്ട് നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് അവർ പറയുന്ന കാറ്റഗറികളാണ് ഞാനിപ്പോൾ പറയാൻ പോണേ. അവരുടെ പേഷ്യന്റ്, അതായത് മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇണങ്ങുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കണം. അതാണ് ശ്രദ്ധിക്കണേ. അവർ സംസാരിക്കുമ്പോൾ അവർക്ക് ഇണങ്ങുന്ന പേഷ്യന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കാണുമ്പോൾ അവർക്കത് മനസ്സിന് അട്രാക്ഷൻ, അതായത് കൊള്ളാം, എൻ്റെ കൂടെ നിർത്താൻ പറ്റും എന്ന് തോന്നുന്ന ഒരു പേഷ്യന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നത്, നമ്മൾ ചിരിക്കുന്നതൊക്കെ പല ആളുകൾക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഡിമെൻഷ്യ, അൽഷിമർ പോലുള്ള പേഷ്യൻസിന് അവരുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരതിൽ കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ അബ്നോർമൽ ആവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കതിന് ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ നന്നായിട്ട് ചിരിക്കുന്ന ആളുകളെയാണ് അവരെടുക്കാറ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് അറിയാവുന്ന പേഷ്യൻ്റ് ആണ് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. ഹീബ്രു അറിയാവുന്ന പേഷ്യൻസ്, അതായത് ഇംഗ്ലീഷ് അറിയാം, ഹീബ്രു അറിയാം, അറബി അറിയാം, ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ പ്രായമായപ്പോൾ, അല്ലെങ്കിൽ ഡിമെൻഷ്യ വന്നപ്പോൾ, അൽഷിമർ വന്നപ്പോൾ, മറവി വന്നിട്ട് അവർ പഴയ കാലത്ത് പഠിച്ച ഹീബ്രുവിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് ഹീബ്രു സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഹീബ്രു അറിയാവുന്ന പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ അവർ പറയും ഹീബ്രുവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം, എന്നിട്ട് അവർ വിളിക്കുമ്പോൾ ഹീബ്രു സംസാരിക്കണം എന്ന് പറയും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഹീബ്രു സംസാരിക്കുന്ന പേഷ്യന്റിനോട് ഇപ്പം നോർമലി നമ്മൾ കാണുമ്പോൾ ഹലോ പറയണതിന് പകരം ശലോ പറഞ്ഞാൽ മതി. നമ്മൾ ശലോ, ബോക്കർത്തോ, മനിഷ്മ, അക്കോൾ ബെസേദർ, അനി ബെസേദർ, മിഷ്പക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ പറ്റി അവർ ഹാപ്പിയാവും. ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ചെന്നതിന് ശേഷം നന്നായിട്ട് ഹീബ്രു പഠിച്ചാൽ മതി. അപ്പം അങ്ങനെ അവര് വിളിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ചിരി, രണ്ടാമത് നമ്മുടെ സംസാരം, നമ്മുടെ കാണുമ്പോഴുള്ള കാഴ്ചയിലുള്ള ഒരു തൃപ്തി. അതായത് പ്രത്യേകം ശ്രദ്ധിച്ച് അവരുടെ ഫോൺ കോൾ വരുമ്പോൾ നല്ല റേഞ്ചുള്ളവർക്ക് നിൽക്കണം, നല്ല വെട്ടമുള്ളവർക്ക് നിൽക്കണം. എവിടെ നിന്നാലും നമ്മുടെ ഫേസ് അവർ കൃത്യമായിട്ട് കാണാൻ സ്ഥലത്ത് നിൽക്കണം. അവരോട് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കണം. നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് വളരെ കൂളായിട്ട് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടം കടക്കാൻ പറ്റും. അവർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മത്താഷ് അടിക്കും, വിസ അടിക്കും, എംബസി ഇന്റർവ്യൂ കയറി പോവാം. അപ്പൊ ഇതാണ് ഇസ്രായേലിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് തൊട്ട് അവസാനത്തെ സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ് കഴിഞ്ഞ ഒരാള് പോവാൻ പറ്റും എന്ന് ചിന്തിക്കരുത്. ക്ലാസ് കഴിഞ്ഞ്, പേപ്പർ വർക്ക് കഴിഞ്ഞ്, ഫാമിലി സെലക്ട് ആയി, എംബസിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, എംബസി മെഡിക്കൽ അറ്റൻഡ് ചെയ്ത്, വിസ, പാസ്പോർട്ട് എല്ലാം അടിച്ചു വന്നതിന് ശേഷം മാത്രമാണ് കൺഫർമേഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കണം ഒരാൾ ഇസ്രായേലിൽ കെയർ ഗിവറായിട്ട് പോകാൻ ഇറങ്ങേണ്ടത്. കാരണം നമ്മുടെ പൈസ, സമയമൊക്കെ മാറ്റി വെക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മാനസികമായി തകർന്നു പോകാതിരിക്കാൻ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു വർക്കിന് ഇറങ്ങേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഇതാണ്. ഇവിടെ വരുന്ന ഒരാള്, ഇപ്പൊ പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. വരുന്ന ഒരാളോട് നമ്മൾ പറയുന്നത് എന്താ, ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇസ്രായേലിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഒരിക്കലും ഒരാളെ ഹീബ്രു ലോ മെഡിക്കൽ ആദ്യം പഠിപ്പിക്കുകയല്ല. എന്താണ് ഇസ്രായേല്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെയുള്ള, എന്തെല്ലാം ജോലികളാണ്, എത്ര രൂപ കിട്ടും, എന്തൊക്കെ ചെലവുണ്ട്, എന്ന് നാട്ടിൽ പോരാ, എങ്ങനെയാണ് വിസയുടെ പ്രോസസ്സിങ്, എങ്ങനെയാണ് പേഷ്യന്റ് സെലക്ഷന്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇസ്രായേലിൽ പോകാനുള്ള ആ ഒരു ഘട്ടം മനസ്സിലാവും. അതോടുകൂടി അവൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിൽ ധാരണയോടുകൂടിയായിരിക്കും ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിൽ പോകുന്ന മുഴുവൻ ആളുകളും ഈ ഘട്ടം ഘട്ടമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോവുക, നല്ല ഏജൻസി സെലക്ട് ചെയ്യുക, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളെ കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കൃത്യമായ ഒരു അജണ്ടയോടുകൂടി കൃത്യമായ രീതിയിൽ ആയിരിക്കണം ഇസ്രായേലില് കെയർ ഗീവറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്നു വരാം. നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനിയല്ല, നമ്മൾ ഒരാൾക്ക് ക്ലാസ് തുടങ്ങി അവൻ പോകുന്ന വരെയുള്ള ക്ലാസ്, അതായത് മിനിമം 2 മാസമെങ്കിലും ക്ലാസ് എടുക്കണമെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ട്. അപ്പൊ ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വിളിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് നമ്മൾ എടുക്കേണ്ടത്. 10 പേരാണ് ഒരു ദിവസം നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാനുള്ള സൗകര്യമുള്ളത്. അപ്പൊ 10 പേര് വരെയാണ് എടുക്കുള്ളൂ. ചില ആളുകളൊക്കെ എമർജൻസി ആയിട്ട് ഓരോരുത്തർ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 10 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ക്ലാസ് എടുക്കാം. ചെറിയൊരു ഫീസ് നമ്മൾ അതിന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ വിളിക്കാം. ഇസ്രായേലിൽ പോകാനുള്ള ഏതൊരു കാര്യത്തിനും നമ്മളെ വിളിക്കാം. കെയർ ഗീവറിന്റെ എല്ലാ വർക്കുകളും, കൺസൾട്ടിങ് തുടങ്ങി എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യേണ്ടത് നല്ല രജിസ്റ്റേർഡ് ഏജൻസി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പലപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബാക്കി കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകൾ വരും. വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.